ഹായ് ഹലോ നമസ്കാരം മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല മഴക്കാലമൊക്കെയാണല്ലേ, അപ്പോൾ മഴ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ട്രാവലിംഗ് വീഡിയോ ആയാലോ അല്ലേ? അടിപൊളി ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമുക്ക് പോയാലോ? ഒന്ന് കണ്ടു നോക്കാം അല്ലേ? മൂന്നാർ വരെ ഉള്ളൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. അതായത് അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ മൂന്നാർ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും, മഞ്ഞുമൂടലും കുന്നും മലകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് മൂന്നാർ. അതങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പലരും വന്ന് കാണുന്നത്, ടൂറിസ്റ്റിന് വരുന്നവർ വന്ന് കാണുകയെന്ന് വെച്ചാൽ മൂന്നാറല്ല ശരിക്കും വന്ന് കാണുന്നത്. പകുതിയിലും ഞാൻ ഈ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ, മൂന്നാറെന്നും പറഞ്ഞിടുന്ന വീഡിയോസ് എല്ലാം ഈ ആനച്ചാൽ വരെയുള്ള വീഡിയോസൊക്കെയാണ്. ശരിക്കും മൂന്നാർ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കാണുന്നവർ കുറച്ച് പേരെങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുമാത്രമല്ല, എൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി, നമുക്ക് പോകാമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പം അതിൽ കാണുമ്പോൾ, തമ്പനെയിൽ കാണുമ്പോൾ നമ്മുടെ മൂന്നാറൊന്ന് കാണുമെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് വെച്ച് നമുക്ക് കണ്ടാലോ. അതിനത് ശരിക്കും മൂന്നാറല്ല, ആനച്ചാലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ ആനച്ചാൽ ഏതാണ്, മൂന്നാർ ഏതാണ് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനച്ചാൽ വഴിയായിട്ടാണ്. ഇതൊക്കെ ആനച്ചാൽ പകുതിയിലാണ് പെടുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പം തേയില എന്ന് പറഞ്ഞിട്ട് അത്രയൊന്നും ഉണ്ടാകില്ല, ഒരു ശകലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് അതെന്തിനാണെന്നറിയാവോ? തേയില എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പുണ്ട്, മൂന്നാർ ടീ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ വണ്ടർ വാലി എന്ന് പറയുന്നതിലുള്ള ആൾക്കാർ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് കളിക്കാനുള്ള കാര്യമല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് ആനച്ചാലിലോട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ സ്പെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം പോകണമെന്ന് അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മൂന്നാറിലേക്ക് ഇങ്ങനെ വരാണ്ടിരിക്കുന്നത്. ആനച്ചാൽ ടൗണിലേക്ക് നമ്മളിപ്പോൾ വരുന്നുണ്ട്. ഒരു കുഞ്ഞു സിറ്റി കേട്ടോ, അത്രയും വലുതൊന്നുമല്ല, എന്നാലും കാണാനും ജീവിക്കാനൊക്കെ നല്ല സൂപ്പർ അടിപൊളി ഏരിയയാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഹോട്ടലേഴ്സ്, ഫുഡ്, അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ചായ, മെയിനായിട്ട് ടീ എന്ന് പറയുമ്പോൾ അടിപൊളി സൂപ്പർ ടീ ഒക്കെ കിട്ടുന്നത്. നല്ല ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഈ സൈഡിലോട്ടൊക്കെ ഷോപ്പ് ഇരിക്കണത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കണമെങ്കിൽ ഇവിടെ ബെസ്റ്റാണ്. കണ്ടോ, കുറേ വണ്ടികളില്ലേ, അതെല്ലാം വന്ന് ടൂറിസ്റ്റുകാരുടെയാണ്. അവരൊക്കെ ഈ ചായ കുടിക്കാനൊക്കെ കയറുന്നവരാ. പിന്നെ താഴെ മറ്റേ വണ്ടർ വാലി ഇല്ലായിരുന്നോ, അവിടെ ഇടാനുള്ള സ്ഥലം ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. പാർക്ക് ചെയ്യാനേ സ്ഥലമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ മൂന്നാർ റൂട്ടാണ്, മൂന്നാറല്ല. ഇതിനിപ്പോൾ ചെന്നത് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചിത്തിരപുരമാണ്. ചിത്തിരപുരത്തിൽ നിന്നാണ് അങ്ങ് മൂന്നാറിൻ്റെ ഒരു ക്ലൈമറ്റ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഈ പ്രദേശത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടാണ് അനുഭവപ്പെടുന്നത് കേട്ടോ. മഴയുണ്ട്, എന്നാലും ഒരു ചൂടിൻ്റെ ഒരു ഇതുണ്ട്. മൂന്നാർ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു കാശ്മീരാണ്, സെക്കൻഡറി ഒരു കാശ്മീർ തന്നെയാണ്. മഞ്ഞ് മൂടലും അതത്ര എന്താ പറയുക, അവിടെ ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് അത് അത്രയൊന്നും എന്താ പറയുക. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോണ്ടല്ലോ ഞാൻ അത്രയൊന്നും ആസ്വദിച്ചിട്ടില്ല. കാരണം നമ്മൾ അവിടെ തന്നെ ഇരിക്കുമല്ലേ, നമുക്കതിൻ്റെ പ്രത്യേകതയും മനോഹരതയും നമുക്കൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ചിത്തിരപുരം കേട്ടോ, ചിത്തിരപുരം. ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. കണ്ടോ, അവിടെ ഒരു മഞ്ഞുമൂടലൊക്കെ കണ്ടോ? അതിപ്പോൾ മൂന്നാറിൻ്റെ ഒരു സൈഡ് എന്ന് പറയാം.
മൂന്നാറിൻ്റെ ഒരു തുടക്കമാണ്. ചിത്രപുരത്തു നിന്ന് അങ്ങോട്ട് മൂന്നാറിൻ്റെ ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മഴയുണ്ടെങ്കിലും ഒരു ചെറിയൊരു ചൂടില്ലാണ്ടിരിക്കത്തില്ല, അത്രയൊന്നും തണുപ്പൊന്നും ഉണ്ടാവില്ല. ഇനിയാണ് മക്കളെ കാണാനുള്ളത്, നോക്കിക്കോ. അടിപൊളിയല്ലേ, കണ്ടോ? ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കും എനിക്ക് ഈ മനോഹരം എന്ന് പറയുമ്പോൾ മൂന്നാറിൻ്റെ ആ മനോഹരം എനിക്കൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞത്. എനിക്ക് അപ്പോഴാണ്, അതിന് മുമ്പൊന്നും അല്ല. ഞങ്ങൾ മൂന്നാർ താമസിക്കുന്ന ആ സമയത്തൊന്നും അല്ല കേട്ടോ. കാരണം നമ്മളത് അങ്ങനെ കൂടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അതാ പറയാം, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. നമ്മൾ മാറി നിൽക്കുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. കണ്ടോ എന്തോരം ആൾക്കാരാ. എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാകും. ഇതിപ്പോൾ നിർത്താനുള്ള സ്ഥലമൊന്നും ഉണ്ടാകത്തില്ല, അത്രയും ആൾക്കാരായിരിക്കും. കണ്ടോ, സൂപ്പർ സ്പോട്ടല്ലേ. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് 2-ാം മൈലാണ്. അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടോ. ഇതും അങ്ങനെയൊക്കെയാണ്, പക്ഷേ കൂടുതലായിട്ട് ഞാൻ വീഡിയോസ് കാണുന്നത് 2-ാം മൈലിൻ്റെ അവിടെ ഉള്ള വീഡിയോസാണ് നമ്മൾ ഷോർട്സിലൊക്കെ കാണുന്നത്. ഇത് ചിത്തിരപുരം, പിന്നെ മേളിൽ കയറി പോവുകയാണെങ്കിൽ 2-ാം മൈലാട്ടോ. കണ്ടോ എന്നാ രസം. ഈ സ്പോട്ട് എന്ന് പറയുന്നത് പള്ളിവാസലിൻ്റെ മേളിലാണ്. പള്ളിവാസൽ മൂന്നാറിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇത് താഴെ പോവുകയാണെങ്കിൽ പള്ളിവാസലാണ്. ഇപ്പോൾ പള്ളിവാസലൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നു. കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ലായിരുന്നു ആ സമയം, നല്ല മഴയൊക്കെ അല്ലേ. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനെടുത്ത 1 മാസം മുമ്പാട്ടോ. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത്. കണ്ടോ മഞ്ഞുമൂടലാണ് കൂടുതലായിട്ട് ഇരിക്കണം അല്ലേ. എന്നാ രസം. ഈ കാശ്മീരിലൊക്കെ പോയിട്ട് വരുന്ന പോലെ ഉണ്ട്. എനിക്കങ്ങനെ തോന്നണം, എനിക്കെങ്ങനെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ പ്ലേസ് വരുമ്പോൾ എനിക്ക് എപ്പോൾ നോക്കിയാലും എനിക്ക് ഇവിടെ വന്നാൽ ഫോൺ വിളിക്കാൻ കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അരിശയായിരിക്കും വരുന്നത്. അവിടെ ഒരു സ്ഥലം മാത്രം, എന്നിട്ട് അറിയുന്ന അവിടെ സിഗ്നൽ കുറവാന്നുള്ള കാര്യം. ഇനി അങ്ങോട്ടുള്ളത് മൂന്നാറാട്ടോ. മൂന്നാറാണ്. ഇതിൻ്റെ മേളിലാണ് 7 ഹിൽസ് എന്നും പറഞ്ഞൊരു സ്ഥലം ഇരിക്കുന്നത്. ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ അത് കയറുന്നുണ്ടായിരുന്നു. ഇപ്പം ഇല്ലാണ്ട് വന്നു കേട്ടോ. ശരിക്കും ഇവിടെ കേട്ടോ. ഇത് കഴിഞ്ഞ പിന്നെ മൂന്നാറാട്ടോ. മൂന്നാറ്.
ഇവിടെയൊക്കെ ഇന്നിപ്പോൾ പുതിയതായിട്ടൊക്കെ പണിതിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഒക്കെ പുതിയതായിട്ട് വന്ന് നടക്കുന്നത്. നല്ലതല്ലേ? സൂപ്പറാണോ മൂന്നാർ? ഇത് പഴയ മൂന്നാർ. പഴയ മൂന്നാർ പാർവതമ്മൻ്റെ അമ്പലമുണ്ട്. അപ്പം നമ്മൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ടൗണ്. ഈ ടൗണിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഹോട്ടൽ, റിസോർട്ട്, അങ്ങനെ കോഫി ഷോപ്പ്, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, നമ്മൾ മൂന്നാർക്ക് ഇനി കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.